നമസ്കാരം. ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്വേതവരാഹകൽപ്പത്തിലെ 7ാമത്തെ ചതുർയുഗമായ വൈവസ്വത മന്വന്തരത്തിലെ 28ാമത്തെ ചതുർയുഗമാണ്. ഈ ചതുർയുഗം തുടങ്ങിയിട്ട് അതിൻ്റെ അവസാനത്തേതായ കലിയുഗത്തിലെ 5126ാമത്തെ വർഷമാണ്. ഇന്ന് കലിദിന സംഖ്യ വരുന്നത് 18,72,522ാമത്തെ ദിവസമാണ്. കൊല്ലവർഷക്കണക്കനുസരിച്ച് 1201 ആണ്ട് തുലാമാസം 22-ാം തീയതിയാണ്. ശകവർഷം 1947 കാർത്തിക മാസം 17-ാം തീയതിയാണ്. ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് 2025 നവംബർ മാസം 8-ാം തീയതിയാണ്. ഇന്ന് തിഥി വരുന്നത് കൃഷ്ണപക്ഷത്തിലെ തൃതീയയാണ്. രാവിലെ 7:32 വരെ ആണ് തൃതീയ ഉള്ളത്. തുടർന്ന് ചതുർത്ഥി തിഥിയാണ്. നക്ഷത്രം വരുന്നത് മകയിരം നക്ഷത്രമാണ്. രാത്രിയിലെ 10:02 വരെയുള്ള സമയത്താണ് മകയിരം നക്ഷത്രമുള്ളത്. തുടർന്ന് തിരുവാതിരയാണ് നാളെ. കരണം വരുന്നത് വിഷ്ടി കരണമാണ്. രാവിലെ 7:32 വരെയാണ് വിഷ്ടികരണം. നിത്യയോഗം വരുന്നത് ശിവനാമ നിത്യയോഗമാണ്. വൈകിട്ട് 6:31 വരെ ശിവനാമ നിത്യയോഗമുണ്ട്. ഞാറ്റുവേല വിശാഖം ഞാറ്റുവേലയാണ്. ശരത്ത് ഋതുവാണ്. ദക്ഷിണായന കാലമാണ്. ഇന്ന് ദിവസം ശനിയുടെ കാലഹോരയിൽ തുടങ്ങുന്ന ദിവസമാണ്. ഇന്ന് ഉദയം സംഭവിക്കുന്നത് രാവിലെ 6:19 11 ഉദയം വരുന്നു. വൈകിട്ട് 5:56 2 അസ്തമയം സംഭവിക്കുന്നു. ദിനമാനം വരുന്നത് 11 മണിക്കൂർ 36 51 പകലിൻ്റെ ദൈർഘ്യമാണ് ഈ ദിനമാനം എന്ന് പറയുന്നത്. ദോഷകാലങ്ങളാകുന്ന രാഹുകാലം, ഗുളികകാലം, യമകണ്ഠകാലം. ഇതിൽ രാഹുകാലം സംഭവിക്കുന്നത് രാവിലെ 9:13 തുടങ്ങി 10:40 വരെയുള്ള സമയത്താണ്. ഗുളികകാലം രാവിലെ 6:19 മുതൽക്ക് 7:46 വരെയുള്ള സമയത്താണ്. യമകണ്ഠകാലം വരുന്നത് ഉച്ചയ്ക്ക് 1:34 മുതൽക്ക് 3:01 വരെയുള്ള സമയത്താണ്. ഈ 3 കാലങ്ങളും ദോഷകാലങ്ങളാകയാൽ വർജിക്കേണ്ട കാലമാണ്. അഭിജിത് മുഹൂർത്തം വരുന്നത് 11:43 തുടങ്ങി 12:05 വരേക്കും. തുടർന്ന് മധ്യം 4 വർജിച്ചിട്ട് സന്ധ്യയാകയാൽ വർജിച്ചിട്ട് 12:09 മുതൽക്ക് 12:31 വരെയുള്ള സമയത്താണ്. 11:43 മുതൽക്ക് 12:31 വരെയാണ് സാധാരണ അഭിജിത് മുഹൂർത്തം പറയാറുള്ളത്. അത് മധ്യഭാഗമാണ് 4 വർജിച്ചിട്ടുള്ളത്. ചന്ദ്രാശ്രമം വരുന്നത് തുലാം കൂറുകാർക്കാണ്. ചിത്തിര അര, ചോതി, വിശാഖം മുക്കാൽ എന്നീ നക്ഷത്രക്കാർക്കാണ് കാര്യമാണ് തുലാം കൂറുകാർ എന്ന് പറയുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമത്തിൽ ആണ് ഇന്നത്തെ ദിവസം ചന്ദ്രൻ ആയതിനാൽ ഇന്നത്തെ ദിവസം അവർക്ക് ശുഭകർമ്മങ്ങൾക്ക് തുടങ്ങുന്നതിന്, അതുപോലെ പ്രധാനപ്പെട്ട യാത്ര, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് വർജിക്കേണ്ട ദിവസമാണ്. ഇന്ന് നക്ഷത്രം വരുന്നത് മകരം നക്ഷത്രമാണ്. ഒരു ശുഭനക്ഷത്രമാണ്. വിവാഹാദി കാര്യങ്ങൾ, യജ്ഞോപവീതം ധരിക്കുക, യാത്ര, ദേവ പ്രതിഷ്ഠ, അതുപോലെ വാസ്തുകർമ്മം, ക്ഷേത്ര നിർമ്മാണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ശുഭകർമ്മങ്ങൾക്കൊക്കെ ഈ മകരം നക്ഷത്രം അനുകൂലമാണ്. തൃതീയ ആണ് തിഥി. തൃതീയ തിഥിയും അനുകൂലമായിട്ടുള്ള ശുഭകർമ്മങ്ങൾക്കൊക്കെ അനുകൂലമായിട്ടുള്ള തിഥിയാണ്. അന്നപ്രാശനാദി കാര്യങ്ങൾ ചെയ്യുക, സംഗീത വിദ്യാരംഭം, സീമന്തം, ശില്പകർമ്മം, അതുപോലെ എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഇന്നത്തെ ദിവസം അനുകൂലമാണ്. നമസ്കാരം.